ഹായ് നമസ്കാരം. നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസ് തൂപ്പുകാരിയായിരുന്ന 49 വയസ്സ് പ്രായമുള്ള ചിറക്കൽ വീട്ടിൽ രാധ എന്ന സ്ത്രീ കോൺഗ്രസ് ഓഫീസിൽ കൊല്ലപ്പെട്ടു. 2014 ഫെബ്രുവരി 5 മുതൽ കാണാതായ രാധയുടെ മൃതദേഹം ഫെബ്രുവരി 10 ചുള്ളിയോട് ഉണ്ണിക്കുളത്ത് കുളത്തിൽ കണ്ടെത്തുകയായിരുന്നു. രാവിലെ മൃതദേഹം പുറത്തെടുത്ത് ഉച്ചയോടെ തന്നെ പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയും വൈകുന്നേരത്തോടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസ് സെക്രട്ടറിയും മന്ത്രി ആര്യടൻ മുഹമ്മദിന്റെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗവുമായ നിലമ്പൂർ LIC റോഡിലെ ബിജിന വീട്ടിൽ ബിജു നായർ, സുഹൃത്ത് ചുള്ളിയോട് ഉണ്ണിക്കുളം കുന്നശ്ശേരിയിൽ ഷംസുദ്ദീൻ എന്നിവരെയാണ് CI AP ചന്ദ്രൻ അറസ്റ്റ് ചെയ്തത്. രാവിലെ 9 മണിയോടെ അടിച്ചുവാരാൻ എത്തിയ രാധയെ 10 മണിയോടെ കഴുത്ത് ഞെരിച്ചു കൊന്നു. ചാക്കിലിട്ട് മറ്റ് ചപ്പ് ചവറുകളുടെ കൂടെ ഷംസുദ്ദീന്റെ ഓട്ടയിൽ കൊണ്ടുപോയി കുളത്തിൽ ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് ആദ്യം പ്രതികൾ നൽകിയ മൊഴി. ഉണ്ണിക്കുളത്തെ കുളത്തെക്കുറിച്ച് ബിജുവിന് പറഞ്ഞുകൊടുത്തത് ഷംസുദ്ദീനാണ്. രാധയുടെ ആഭരണങ്ങൾ ഷംസുദ്ദീനിൽ നിന്നും കണ്ടെത്തി. രാധയുടെ വസ്ത്രങ്ങൾ കത്തിച്ചു കളയുകയും ചെരുപ്പ് ഉപേക്ഷിക്കുകയും മൊബൈൽ ഫോൺ സിം ഊരിയ ശേഷം പല ഭാഗങ്ങളാക്കി വലിച്ചെറിയുകയും ചെയ്തു. ടവർ ലൊക്കേഷൻ തിരിച്ചറിയാതിരിക്കാൻ മൊബൈൽ ഫോൺ അങ്ങാടിപ്പുറം വരെ കൊണ്ടുപോയതിനു ശേഷമാണ് കളഞ്ഞത്. നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസ് സെക്രട്ടറിയും മന്ത്രി ആര്യടൻ മുഹമ്മദിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗവുമായ നിലമ്പൂർ LIC റോഡിലെ ബിജിന വീട്ടിൽ ബിജു നായർ, സുഹൃത്ത് ചുള്ളിയോട് ഉണ്ണിക്കുളം കുന്നശ്ശേരിയിൽ ഷംസുദ്ദീൻ എന്നിവർ ഫെബ്രുവരി 2014 10 അറസ്റ്റിലായി. ബിജു നായർ 38 വയസ്സും ഷംസുദ്ദീൻ 29 വയസ്സുമായിരുന്നു പ്രായം. പ്രതികളായ ബിജു നായർ, ഷംസുദ്ദീൻ എന്നിവരെ അറസ്റ്റ് ചെയ്തത് CI AP ചന്ദ്രനാണ്. IGS ഗോപിനാഥിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അന്ന് പ്രഖ്യാപിച്ചു. ജനനേന്ദ്രിയത്തിൽ മുറിവുള്ളതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടെന്നും കൊല്ലപ്പെട്ടത് ബലാത്സംഗത്തിനിടെയെന്നും ഫെബ്രുവരി 11 മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ബലാത്സംഗം നടന്നതായി തെളിവില്ലെന്ന് IGS ഗോപിനാഥ് ഫെബ്രുവരി 16 വ്യക്തമാക്കി. ജനനേന്ദ്രിയത്തിലെ മുറിവിൻ കാരണം ചൂൽ കുത്തിക്കയറ്റിയതാണെന്നും പോലീസ് അറിയിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 3 അംഗ സംഘമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. പ്രതി ബിജു നായർക്ക് മറ്റ് സ്ത്രീയുമായുള്ള ബന്ധം അറിയാമായിരുന്ന രാധ ഈ വിവരം പുറത്തു പറയുമെന്ന് ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയിട്ടുണ്ട്. ഭീഷണി തുടർന്നപ്പോൾ കൊല്ലാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് പോലീസ് നിഗമനം പറയുന്നത്. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് CPIM നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഫെബ്രുവരി 12 ഹർത്താൽ അന്ന് ആചരിച്ചിരുന്നു. കൊലപാതകത്തിൽ ബിജു നായർ മാത്രമല്ല മറ്റ് ചിലർക്ക് കൂടി പങ്കുണ്ടെന്നും മറ്റാർക്കൊക്കെയോ വേണ്ടി ബിജു കുറ്റം ഏറ്റെടുക്കുകയാണെന്നും ഇതിനു മുമ്പും 2 വട്ടം വാഹനം കൊണ്ട് ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്നും രാധയുടെ സഹോദരൻ ഭാസ്കരൻ ഫെബ്രുവരി 11 ആരോപിച്ചിരുന്നു. ഫെബ്രുവരി 15 രാധയുടെ വീട് സന്ദർശിക്കാൻ എത്തിയ മന്ത്രി ആര്യടൻ മുഹമ്മദിനെ CPM പ്രവർത്തകർ കരിങ്കൊടി കാട്ടി. 2015 ഫെബ്രുവരി 12 നിലമ്പൂർ കോൺഗ്രസ് ഓഫീസിൽ തൂപ്പുകാരിയായ രാധയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ ബിജു നായർക്കും ഷംസുദ്ദീനും കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. മഞ്ചേരി 1ാം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. ഈ കേസിലെ പ്രതികളായ ബിജു നായർ, ഷംസുദ്ദീൻ ഇവർക്ക് ഇന്ന് ഹൈക്കോടതി അവരെ കേസിൽ നിന്നും വിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ന്യൂസ് വലിയ ശബ്ദമൊന്നുമില്ലെങ്കിലും ചെറിയ ശബ്ദത്തിൽ നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. മഞ്ചേരി നിലമ്പൂർ രാധാവധ കേസിലെ 2 പ്രതികളെ കോടതി വെറുതെ വിട്ടു.
ഒന്നാം പ്രതി ബിജു, രണ്ടാം പ്രതി ഷംസുദ്ദീൻ എന്നിവരെയാണ് ഹൈക്കോടതി വെറുതെ വിട്ടത്. പ്രതികളെ ജീവപര്യന്തം തടവിന് വിധിച്ച മഞ്ചേരി കോടതിയുടെ ഉത്തരവിനെതിരെ പ്രതികൾ നൽകിയ അപ്പീൽ ഹൈക്കോടതി അംഗീകരിച്ചു. ഷബ്നാസ് യാദവ് വിവരങ്ങൾ നൽകി. ഷബ്ന, ഏത് സാഹചര്യത്തിലാണ് ഈ പ്രതികളെ വെറുതെ വിട്ടത്? പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷൻ ഉന്നയിച്ച ഈ കേസിൽ തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഈ രണ്ട് പ്രതികളെയും ഇപ്പോൾ ഹൈക്കോടതി വെറുതെ വിട്ടിട്ടുള്ളത്. പ്രതികളായ ഷംസുദ്ദീൻ അതുപോലെ തന്നെ ബിജു, ഇവരെ രണ്ടുപേരെയുമാണ് മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചിരുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഇവർ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ആയിട്ടില്ല എന്ന് ഹൈക്കോടതി ഇപ്പോൾ കണ്ടെത്തുകയും ഇവരുടെ ജീവപര്യന്തം ശിക്ഷ റദ്ദാക്കുകയും ഇവരെ വെറുതെ വിടുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. നിലമ്പൂരിലെ കോൺഗ്രസ് ഓഫീസിലെ ജീവനക്കാരിയായിരുന്നു മരിച്ച രാധ. 2014 ഫെബ്രുവരി 5-നാണ് രാധയെ ഇത്തരത്തിൽ മരിച്ച നിലയിൽ ഒരു കുളത്തിൽ കണ്ടെത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാകുകയും ഈ രീതിയിൽ വലിയ അന്വേഷണം നടക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഈ മഞ്ചേരി കോടതി ഇവർക്ക് വിവിധ വകുപ്പുകളിലായി ജീവപര്യന്തം ശിക്ഷയും അതുപോലെ തന്നെ പിഴയും വിധിച്ചിരുന്നത്. എന്നാൽ ഇത്തരത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് എന്ന് കണ്ട് പ്രതികൾക്ക് വധശിക്ഷ നൽകണം എന്ന് പ്രോസിക്യൂഷൻ കീഴ്ക്കോടതിയിൽ ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ കീഴ്ക്കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ച് ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. ഈ പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷന് കൃത്യമായ തെളിവുകൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായും പ്രതികൾക്ക് ഇന്ന് തന്നെ പുറത്തിറങ്ങാം. ഒരുപക്ഷെ ഹൈക്കോടതിയുടെ ഉത്തരവ് ഇന്ന് ഒപ്പിട്ട് കിട്ടുകയാണെങ്കിൽ ഇവർ ജയിലിലാണെങ്കിൽ ഇവർക്ക് പുറത്തിറങ്ങാൻ സാധിക്കും. കാരണം ഹൈക്കോടതി ഇപ്പോൾ ഈ പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടാണ് ഉത്തരവിട്ടിട്ടുള്ളത്. ഏതായാലും ഇത്തരത്തിൽ ഒരു വലിയ വിവാദമായ വലിയ ചർച്ചയായ ഒരു വിഷയമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ആര്യാടൻ ഷൗക്കത്തിനെ അടക്കം ഈ കേസിൽ സാക്ഷിയാക്കുകയും ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. തുടർന്നാണ് ഈ മഞ്ചേരി കോടതി ഇത്തരത്തിൽ ഇവർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നത്. എന്നാൽ ഒരു കൃത്യമായ ഒരു തെളിവ് ഹൈക്കോടതിക്ക് മുമ്പാകെ ഹാജരാക്കാൻ സാധിച്ചില്ല എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. പ്രോസിക്യൂഷന് ഈ രണ്ട് പ്രതികൾ ഈ ഷംസുദ്ദീനും ബിജുവും കുറ്റം ചെയ്തു എന്നത് സംബന്ധിച്ച് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് കോടതി. ഈ കേസിൽ വളരെ കൃത്യമായിട്ട് തന്നെ പ്രതികൾ ആദ്യം മൊഴി നൽകിയിരുന്നു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മഞ്ചേരി ആ കോടതി ജീവപര്യന്തത്തിന് ഇവരെ ശിക്ഷിച്ചത് തന്നെ. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഈ പ്രതികളെ ഹൈക്കോടതി യാതൊരുവിധ തെളിവുകളുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ വിട്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് രാധ എന്ന് പറയുന്ന ആ സ്ത്രീ മരണപ്പെട്ടത്? അത് വളരെ കൃത്യമായിട്ട് അന്ന് പോലീസ് ആ ഒരു അന്വേഷണത്തിൽ തന്നെ ഈ ബിജു നായരും അതുപോലെ ഷംസുദ്ദീനും വളരെ കൃത്യമായിട്ട് തന്നെ ആ സ്ത്രീയെ കൊലപ്പെടുത്തിയ എല്ലാ സംഭവങ്ങളും കൊണ്ട് തന്നെയാണ് കോടതിയിൽ പോലീസ് കേസ് ഫയൽ ചെയ്തത്. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഹൈക്കോടതി യാതൊരുവിധ തെളിവുകളുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികളെ വെറുതെ വിട്ടിരിക്കുകയാണ്. എൻ്റെ ആ ഒരു നിഗമനം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 2014 ഈ ജനുവരി ഫെബ്രുവരി ഒക്കെ കോൺഗ്രസിൻ്റെ ഭരണകാലഘട്ടമാണ്. നരേന്ദ്രമോദി 2014 വർഷാവസാന ആ ഒരു മാസത്തിലാണ് നരേന്ദ്രമോദിയുടെയൊക്കെ ആ വരവുണ്ടായത്. അപ്പോൾ കോൺഗ്രസിൻ്റെ ആ ഭരണ കാലഘട്ടത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു അട്ടിമറി നടന്ന ഒരു കേസ് തന്നെയാണ് അത്. കോൺഗ്രസിൻ്റെ ഓഫീസിൽ വെച്ച് മരണപ്പെട്ടത് കൊണ്ടായിരിക്കാം കോൺഗ്രസ്സുകാർക്ക് അത് വലിയ രൂപത്തിൽ ഒരു അടി വരാതിരിക്കാൻ വേണ്ടിയായിരിക്കാം ഈ കേസ് യാതൊരുവിധ എവിഡൻസുമില്ലാത്ത രൂപത്തിൽ ആ വർഷത്തിൽ FIR ചാർജ് ചെയ്യുകയും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതി സാക്ഷികളുമില്ല, സാക്ഷിയില്ല, അതുപോലെ തന്നെ പ്രതികൾ പറഞ്ഞത് പോലീസിൻ്റെ ഒരു പ്രത്യേക ആ ഒരു ഉരുട്ടൽ സ്വഭാവമുണ്ടല്ലോ, അതിലൂടെയൊക്കെ ആയിരിക്കാം എന്നുള്ള നിഗമനത്തിലാണ് ഹൈക്കോടതി ഇപ്പോൾ ഈ പ്രതികളെ ഈ കേസിൽ നിന്നും ഒഴിവാക്കി വിട്ടിട്ടുള്ളത്. എന്തായാലും നല്ല ഒരു തീരുമാനവും നല്ലൊരു നീതിന്യായ കോടതി ഇടപെടലുമായി രാധ എന്ന് പറയുന്ന ആ സ്ത്രീക്ക് യാതൊരുവിധ മാനുഷിക പരിഗണനയും ഇല്ലാതെ ആ കേസിനെ ഒന്നുമല്ലാതെ ആക്കി മാറ്റി എന്നുള്ളതാണ്. ഇനിയും ഒരുപാട് കേസുകൾ
നമ്മുടെ കോടതികളിൽ കിടക്കുന്നുണ്ട്. ആ കോടതിയിൽ കിടക്കുന്ന കേസുകളൊക്കെ ഇതുപോലെ തേച്ചു മാച്ച് കളയാൻ സമയങ്ങൾ ഇനി വേണ്ടി വരില്ല. ബൈ.